അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്ര വലിയ രാവിലെ ഒന്നല്ല, ഇതിപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. 7 മണിയാകുമ്പോൾ തന്നെ നല്ല വെളിച്ചമുണ്ട്. ഇപ്പം നല്ല ചൂടല്ലേ. നിമോശ എണീച്ചിട്ടില്ല കേട്ടോ. നിമോശ നല്ല ഉറക്കത്തിലാണ്. ഞാൻ രാവിലെ തന്നെ എണീച്ച് അടുക്കളയിലേക്ക് പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതേ ഗൈസ്, അമ്മ വീട്ടിലില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നത്. നേരെയല്ല, പല്ലെല്ലാം തേച്ചിട്ടുണ്ടായിട്ടാ. പല്ലെല്ലാം തേച്ച് ടോയ്ലറ്റിലെല്ലാം പോയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്മ വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ട് ഗൈസ്. അച്ഛനും എല്ലാം ഹെൽപ്പ് ചെയ്യും, എന്നാലും ഞാനും എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നലെ ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് ദോശ ചുടണം. പിന്നെ ഇന്നലത്തെ മസാലക്കറി ഉണ്ട് കേട്ടോ. അമ്മ ഇന്നലെ രാത്രി പൊങ്കാലയ്ക്ക് പോയതാണ്. അപ്പോൾ മസാലക്കറിയിലാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിനി. അപ്പോൾ ആ മസാലക്കറി ഉണ്ട്. അപ്പോൾ ഞാൻ ദോശ ചുട്ടു. പിന്നെ നിമോസ് മസാലക്കറി കൂട്ടാത്തതുകൊണ്ട് ഞാനൊക്കെ ഒരു മുട്ട ബുൾസയാക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നലെ അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് ആ ചോറ് തിളപ്പിച്ചിട്ട് ഊറ്റുകയോ വേണ്ടു. പിന്നെ അച്ഛൻ ഇന്നലെ വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. എന്തെല്ലോ മിക്സ് ആയിട്ടുള്ള മീനായിട്ടാ. മത്തി ഉണ്ടായിനി, പരലുണ്ടായിനി, മണങ്ങ് എന്നെല്ലാം പറയും കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ടായിനി. അപ്പോൾ വിചാരിച്ചു ആ മണങ്ങെല്ലാം ഇങ്ങനെ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് പൊരിച്ചാൽ ബാക്കി കുറച്ചെടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നിമോശിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള കറിയില്ലാണ്ട് ഓള് ചോറുണ്ണൂല. അപ്പം ഞാൻ വിചാരിച്ചു അത് തേങ്ങ അരച്ചിട്ട് തേങ്ങയും ജീരകവും അരച്ച് മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അച്ഛൻ ഇന്നലെ രാത്രി തന്നെ മാങ്ങ പറിച്ചിട്ടുണ്ടായിനി. അപ്പം മീൻ കൊണ്ടപ്പോൾ തന്നെ അച്ഛൻ നമ്മൾ വീട്ടിൽ തന്നെ കുഞ്ഞു മാവുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുഞ്ഞു മാങ്ങകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാം വീണ് പോയിട്ടുണ്ട്, ഇനി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇന്നലെ രാത്രി തന്നെ മാങ്ങയെല്ലാം പറിച്ച് തന്നിട്ടുണ്ടായിന്. മാങ്ങ പറിച്ച് തോലെല്ലാം കഴിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ നാളെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി എനിക്കത് മീൻ കറി വെക്കൽ കൊണ്ട് പിന്നെ മീൻ പൊരിക്കണം. പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകമെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്നും ഇനി അരക്കുന്നില്ല. അപ്പം നമ്മ ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് എല്ലാം ചിരക്കിയിട്ട് ഒരു പാത്രത്തിൽ വെക്കും കേട്ടോ. അപ്പം വേണ്ടപ്പോൾ അത്യാവശ്യം വേണ്ടപ്പോൾ എടുത്താൽ മതിയല്ല. പിന്നെ അപ്പോൾ ചിരണ്ട പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെക്കും കേട്ടോ. ഞാൻ ആ തേങ്ങ അരക്കുന്നതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പറങ്കിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് തന്നെയാണ് ഇട്ട് അരക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിന്. പിന്നെയാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടിന്. അപ്പോൾ എല്ലാം ഇട്ട് അരച്ചാൽ പൊടിയെല്ലാം ഇട്ട് അരച്ചാൽ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പൊടി ഇങ്ങനെ വേറെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീൻകറി ആക്കണം. മീൻകറി ആക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് പാത്രം സിങ്കിൽ വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, കൂട്ടി വെക്കുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ പാത്രം ആകുമ്പം തന്നെ എല്ലാം കഴുകിയെടുക്കും കേട്ടോ. ഇതെല്ലാം അമ്മയില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ അടുക്കള കാര്യം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇല്ലാണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് അമ്മേനെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് രാവിലെ വന്നിട്ട് അത്ര വൈകിട്ടൊന്നുമില്ല. അപ്പോൾ നിമോശ എണീക്കാത്തതുകൊണ്ട് തന്നെ ഓൾ എണീക്കുമ്പോഴേക്ക് എല്ലാ പണിയെല്ലാം തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി. പിന്നെ ചായ കുടിക്കാൻ ഇപ്പോൾ ലേറ്റ് ആവലുണ്ട്. കാരണം ഓൾ എണീക്കുമ്പോൾ ചിലപ്പോൾ 9 മണി 9:30 അപ്പോൾ 10 മണിയാവും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീടെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിനി. അപ്പോഴേക്ക് അച്ഛൻ മീനെല്ലാം മുറിച്ച് കഴുകി തന്നിനി കേട്ടോ. അച്ഛൻ നല്ല വൃത്തിക്ക് മീൻ മുറിക്കും. ഈ മീനിൻ്റെ തലയെടുത്തിന് വേറെ ആയിരിക്കും അല്ല കേട്ടോ. നമ്മളെ റാണിക്കാന്ന് നായ്ക്കുട്ടിക്കാന്ന് ഓക്ക് മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓക്ക് മീനിൻ്റെ തല ഓക്ക് വേറെ തന്നെ ഒന്നല്ല വേവിച്ച് കൊടുക്കൽ, നമ്മളെ കറി തന്നെയാണ് കേട്ടോ ഓക്കും ഇഷ്ടം. ഓക്ക് ഇങ്ങനെ മഞ്ഞൾ ഉപ്പിട്ട് വേവിക്കുന്ന കറിയൊന്നും ഓക്ക് ഇഷ്ടമല്ല. ഓക്ക് നമ്മളെന്താണോ കൂട്ടുന്നത് ആ കറി തന്നെ വേണം, എന്നാലേ ഓള് ചോറുണ്ണുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലത്തെ നല്ല കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിട്ട് കുറച്ച് മത്തിയും കുറച്ച് മുള്ളനും കുറച്ച് നല്ല പരലെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന്. അപ്പോഴേക്ക് നിമോശ എണീച്ചു കേട്ടോ. അപ്പോൾ ഓളെ ഞാൻ പല്ലെല്ലാം തേപ്പിച്ചു. അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ദോശയും മസാലക്കറിയും കഴിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഇന്നലെ മാങ്ങ പറിച്ചെന്നെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മാങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് തിളപ്പിച്ച് അത് കുറച്ച് വെന്തതിന് ശേഷമാണ് കേട്ടോ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്തിന്. ഈ അരച്ച് ചേർത്ത് അരപ്പ് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കൽ. അപ്പോൾ മീൻ കഷ്ണമെല്ലാം ഇട്ടിട്ട് ഒന്ന് 2-3 തിളക്കുമ്പം തന്നെ വേഗം വേവും. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് എല്ലാ മീനെല്ലാം ഒന്ന് പൊരിച്ചിട്ട് വേഗം ചോറുണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറിന് ഈ മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ ഇന്നലത്തെ കുറച്ച് ഉപ്പേരിയും തോരക്കറിയും ഉണ്ടായിന്, പിന്നെ പപ്പടം ഉണ്ടായിട്ടാ. ഇത്രയല്ലേ ഒരു അമ്മയും കൂടി ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഒരു ഉച്ചവരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.